ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സിമ്പിളായിട്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ചട്ടിപ്പത്തിരി റെസിപ്പിയാണ് കേട്ടോ. നല്ല മധുരമുള്ള ചട്ടിപ്പത്തിരി നമുക്ക് നല്ല സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നല്ല ടേസ്റ്റിയും കൂടിയാണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കിത് ഒരു പാനിലേക്ക് 1 ടീസ്പൂണോളം ഗീ വെച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈത്തപ്പഴമാണ് ചേർത്തിട്ടുള്ളത്. 2-3 ഈത്തപ്പഴം എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് നമ്മളിതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിൻ്റെ സ്മെല്ലൊന്ന് മാറി കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാട്ടോ ചേർക്കുന്നത്. നമുക്ക് ഒരുപാട് പഞ്ചസാര മധുരമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അധികം ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം 1-1.5 ടീസ്പൂണോളം പഞ്ചസാര ആട്ടോ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒരു ഏലക്കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് നമ്മൾ പഞ്ചസാര മെൽട്ടായി പോകണ്ട കേട്ടോ. ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. സംഭവം അവിടെ സെറ്റായിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിന് ഞാനിപ്പം 1 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഏലക്കായ ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്, സാൾട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ, 1 ടീസ്പൂണോളം. അതിലേക്ക് ഞാനിപ്പോൾ ഇതാ 1/2 ടീസ്പൂൺ ഗീയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. വെള്ളം 1 കപ്പ് മൈദക്ക് 1 കപ്പ് വെള്ളമാട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒരു മാവൊന്ന് ലൂസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം മാവ് നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു പാകത്തിന് നമ്മൾ ഗോതമ്പും മൈദയൊക്കെ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉള്ള ആ ഒരു പാകത്തിനാണ് കേട്ടോ മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ സംഭവം ഇതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതാ ഒരു ദോശക്കല്ല് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് മാവ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തി ദോശ ആക്കിയിട്ട് ചുട്ടെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സമയം വെച്ചിട്ട് കളറ് മാറ്റിയെടുക്കേണ്ട, മൊരിയിച്ചെടുക്കേണ്ട, ഒന്നും ചെയ്യണ്ട കേട്ടോ. കളർ ഇതാ ഇതുപോലെ ഒന്ന് അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് മാറി വരുമ്പോൾ ഒന്ന് വെന്ത് വന്ന സമയത്ത് അതിങ്ങനെ പൊങ്ങി വരുമല്ലോ സൈഡ് ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ ഒന്ന് നമുക്കിതാ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡ് വെച്ചാൽ മതിയേ. ഒരുപാട് സമയം വെച്ചിട്ട് ആ ഒരു ദോശയുടെ കളർ മാറ്റിയെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ സൈഡ് ഭാഗം ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡ് വെച്ചിട്ട് അപ്പം തന്നെ അതങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. കളർ മാറ്റിയെടുക്കാനേ പാടില്ല, മുരിച്ചെടുക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ദോശ ഇട്ടിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 ടീസ്പൂണോളം പാൽ ഒഴിച്ചെടുക്കാം. 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 മുട്ടയൊക്കെ എടുക്കാം. ഞാനിപ്പോൾ 1 മുട്ടയായിട്ടോ എടുത്തിട്ടുള്ളൂ, അത്രേ ആവശ്യമുള്ളൂ. അപ്പം അധികം മുട്ടേൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഗീ കുറച്ച് അധികം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെയും കൂടി ടേസ്റ്റ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാൻ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള ഓരോ പീസ് ദോശ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു ദോശയിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ദോശ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ വീണ്ടും ചെയ്യാൻ പോകുന്നത് നമ്മൾ തേങ്ങയുടെ മിക്സ് വെച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു തേങ്ങയുടെ ആ ഒരു മിക്സും നമ്മൾ ദോശയും കൂടി തീരുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അവസാനത്തെ ആ ഒരു പീസ് ദോശയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കിയിട്ട് അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഇതാ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ദോശ എല്ലാം കൂടി നന്നായിട്ട് ഇത് വെന്ത് വരുന്ന സമയത്ത് ഒട്ടിപ്പിടിച്ച് കിടക്കും കേട്ടോ. അത് ഞാൻ ഈ മുട്ട ചേർക്കുന്നത്. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മളിതാ ഇപ്പം സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാത്രം കൂടി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് മാത്രം മതിയാവും. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം നല്ല സെറ്റായിട്ട് വരും കേട്ടോ. ഒരുപാട് സമയം വെക്കേണ്ട, ലോ ഫ്ലെയിമിലാട്ടോ വെക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഈ ഒരു സൈഡ് ഭാഗം കൂടി ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഗീയും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഗീ ചേർത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ ഈ സൈഡ് ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, ഒരു സ്പൂൺ വെച്ചിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റേ. ഇനി ആ ഒരു സൈഡ് ഭാഗം കൂടി ഒന്ന് കളർന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
അപ്പോൾ ഇതാ ആ ഒരു സൈഡ് ഭാഗം നന്നായിട്ട് കളറൊക്കെ മാറി നല്ല മുരിഞ്ഞ് വന്നപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. വാലിട്ടാൽ അലിഞ്ഞ് പോവുകയും ചെയ്യും, നമ്മൾ വയറൊക്കെ നിറയുകയും ചെയ്യും. ഇപ്പം നമുക്ക് ഇഫ്താറിൻ്റെ സമയത്താണെങ്കിലും ഇനിയിപ്പം നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേരം ചായയുടെ കൂടെ ആണെങ്കിലൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.